ഹലോ ഗായ്സ്, നമ്മളിതാ അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഒരു വില്ലേജർ ബ്രീഡർ വില്ലേജർ മറ്റേ സംഭവത്തിൻ്റെ പേരെന്തായിരുന്നു? സംഭവത്തിൻ്റെ പേര് മറ്റേ വില്ലേജർ ട്രേഡിംഗ് ഹാൾ. ആ സാധനം ഉണ്ടാക്കണം. നമുക്കറിയാം ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഇച്ചിരി ചെറിയ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഒറ്റയ്ക്കല്ല ഗായ്സ്, നമ്മളുടെ സ്വന്തം പേരെന്താണ്? പച്ചത്തുള്ളൻ. നമ്മളെ അയൺ ഫാം ആണ് ഇത് കേട്ടോ. നമ്മൾ അയൺ ഫാം കിട്ടിയതാണിത്. ഓഗസ്റ്റ് 28 നമ്മൾ ചങ്ങാക്കി നമുക്ക് ടൂൾസ് ഒക്കെ എടുക്കണം. വരും അയണെന്നാ എത്ര വേണം? 1 ലക്ഷം കിട്ടുമോ? 1 ലക്ഷമോ? 1 ലക്ഷം അല്ല, 2 ലക്ഷം. 2 കോടിയാ ഇവൻ പറയുന്ന കേൾക്കുന്നുണ്ട്. ഹായറാ. ഇന്നലെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ഏറെ പരിപാടി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വില്ലേജർ ട്രേഡിംഗ് ആണെന്ന് പറഞ്ഞാൽ കുഞ്ഞു പരിപാടി ഒന്നുമില്ല, നല്ല ഭയങ്കര പരിപാടിയാണ്, ഭയങ്കര കഷ്ടപ്പാടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇവനെ കൂട്ടിയത്. ഇവനെ കൂട്ടിയിട്ട് വല്ല ഉപകാരം ഉണ്ടോയെന്ന് വെച്ചാൽ അറിയത്തില്ല. ഇത് ഇവനോട് തന്നെ ചോദിക്കണം. നമ്മൾ അധികം പറഞ്ഞ് താമസിക്കാണ്ട് എൻ്റെ കൈ കടയിലുണ്ട്. അച്ഛനെ കുന്നുകളും ഞാൻ അധികം താമസിക്കാണ്ട് നമുക്ക് നേരെ എന്തായാലും ജോലിയിലോട്ട് എടുക്കാം. ഇവനൊരു ടൂൾസ് ഒക്കെ സെറ്റ് ആക്കി ഇടാടാ. വന്ന് ഞാൻ ടൂൾസ് ഒക്കെ സെറ്റ് ആക്കി. ഗ്രൗണ്ട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പോയി മരം വെട്ടാം. എൻ്റെ ഓർക്കാം വന്നിട്ട് ഞാൻ ഇച്ചിരി മരം വെട്ടി തരാം, നീ അത് പിക്ക് ചെയ്യും. നമ്മളെ ചങ്ങാക്കി നമ്മൾ ഇച്ചിരി മരം വെട്ടി കൊടുക്കാൻ പോകണം. അവൻ്റെ കയ്യിൽ പഴം മാത്രമേ ഉള്ളൂ, ടൂൾസ് ഒന്നുമില്ല. ഞാൻ മരം വെട്ടാം, നീ പോയി എടുക്കണം. മരം വെട്ടാന്ന് പറഞ്ഞ താഴെ ഇലയില്ലേ? മരമൊക്കെ എടുത്ത് നിന്നിട്ട് കുറച്ച് സ്റ്റിക്കും ഒരു ഗ്രാനുകളും ഉണ്ടാക്കിയിട്ട് വേദന അയൺ ഒപ്പിച്ച് അയൺ ആർമർ. പക്ഷേ ഞാൻ എന്താ പറയുക ഇങ്ങനെ എനിക്ക് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ സ്കിന്ന് ഇതാ ഈ ഒരു സ്കിന്നാണ്. ഞാൻ പഞ്ചമിന് ഭയങ്കര ഫ്രീ ആയിട്ടൊരു സ്കിന്ന് കണ്ടപ്പോൾ എടുത്തിട്ടാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളിപ്പം മറ്റേ സംഭവം ഞാൻ ഇപ്പോഴും മറന്നു പോകുന്നടാ. അതിൻ്റെ പേര് തരുന്നത് എടാ, നമ്മൾ എന്തായിരുന്നു ഉണ്ടാക്കാൻ വന്നേ? വില്ലേജർ ട്രേഡിംഗ് ഹാൾ. ട്രേഡിംഗ് ഹാൾ. ആൺ മുഴുവൻ അങ്ങ് തീർത്തു കേട്ടോ. ആൺ മുഴുവൻ തീർക്കുന്നുണ്ട്. ബാക്കിയാണെങ്കിൽ ഒന്ന് എടുത്ത് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ കാര്യം ഇനി ഒന്നും ബാക്കി വെക്കില്ല. ആ ഗ്രാമിൻ്റെ ഹാൾ അങ്ങ് പൊട്ടിച്ചെടുത്തോ. എന്നിട്ട് എത്ര ബാക്കിയുണ്ട് നോക്കടാ. എന്നിട്ട് 57 ഒരു സ്റ്റാക്ക് 28 ഷീൽഡ് ഉണ്ടാക്കില്ല. എന്നാ എനിക്കെന്നാ ഒരു പിക്കാസ് ഒരു സോഡും കൂടി ഉണ്ടാക്കേ. ഒരു സോഡ് അയ്യോ സാധനം മാറി എടുക്കല്ലേ? എടുത്തില്ല. നമുക്കിതൊരു പിക്കാസ് സോഡും പുതിയത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഇതങ്ങ് ഗ്രാൻഡുകൾ പൊട്ടിച്ച് കൈ വെച്ചാൽ നമുക്ക് എന്തായാലും നേരെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇച്ചിരി ലക്ഷറീസ് ഫുള്ളുള്ളൊരു ട്രേഡിംഗ് ഹാൾ വേണം. നമുക്കറിയാം ട്രേഡിംഗ് ഹാൾ വില്ലേജിൻ്റെ അടുത്തുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വർക്കാമെന്ന് വെച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതുകൊണ്ട് ട്രേഡിംഗ് ഹാൾ നമ്മൾ ഭൂമിൻ്റെ ഉള്ളിലുണ്ടാക്കാനാണ് നമ്മൾ പ്ലാൻ അല്ലേ? യെസ്, നമ്മുടെ സുധിയാണ് എനിക്ക് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാനാണ്. ആണ്ട് എന്താണ് അയൺഫാം അയൺ എൻ്റെ കയ്യിൽ തന്നേക്കാം. എനിക്ക് ഇവൻ്റെ കാര്യം ചിലപ്പോൾ ഇതിന് കുഴി കൊണ്ടുപോയി. നീ എന്തായാലും ഞാൻ ഇപ്പോൾ സ്ഥലം എവിടെ പറയാനും മുമ്പ് ഞാൻ ഇവിടെ എവിടെയല്ലേ കൊച്ചിനെ കളിയാക്കുന്നവരാ വില്ലേജ് തന്നെയാണ്. അതല്ല ഞാൻ പിന്നെ പറയാം, ആദ്യം ലൈക്ക് ഷെയർ സബ് ഒക്കെ പവർ ആക്കാം. നമ്മളിപ്പോൾ ചെസ്റ്റ് നമ്മളായില്ല, അപ്പോൾ എവിടെ കൊണ്ട് വെക്കും നമ്മളിത്? ഇവിടെ വീട്ടിലുണ്ട്. പൊളിച്ചെടുക്കണോ? ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കും ബ്രോ. ഇവിടെ ശവലെന്നോ? അയ്യോ അതാ ഹോയും കൈ വെച്ചോ. നമ്മളെ പണിക്കാരനാണ് കേട്ടോ, നമ്മൾ പണിക്ക് വേണ്ടി വിളിച്ചാൽ. എത്ര പൈസ എന്ന് വെച്ചാൽ ഇതിൻ്റെ തായനാണ്. നീ എത്ര ഒന്നൊരു പണിക്ക് അത്രയും കുറെ അയൻ തരും കേട്ടോ. നമ്മളെ പണിക്കാരനത് കുറച്ചൊന്നും തരില്ല, കൃത്യ അളവ്. നമ്മള് നമ്മളെ മറ്റേ കള്ളപ്പരിപാടി ഒന്നുമില്ല, നമ്മള് ഓൺലി റെഡിക്കുള്ള പരിപാടിയാണ്. സ്റ്റെപ്പെന്ന് പറഞ്ഞിട്ട് നീ എന്താ കുഴിക്കുന്നോ? കിട്ടിയാ പോരെ. ഓ ഞാൻ താഴെ എങ്ങനെ ചാടും? MLG ഡാമേജ് ഒന്നും കിട്ടിയില്ല. ഞാൻ പോയിട്ട് എന്നാല് ഈ ഫാർം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഴിയില്ല, നമുക്ക് ആ കുഴീൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ട്
ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. എൻ്റെ അമ്മോ, അങ്ങോട്ട് ഇറങ്ങിയും ചെല്ലി ചത്തുകൂടാ. ഇത് നോക്കിയേ, ഉണ്ടാകട്ടെ. എന്താണിത്? കുഴി. നമുക്ക് വേഗം തന്നെ ഒരു ഫുഡ് ഫാർം ഉണ്ടാവണം. ഫുഡ് കിട്ടാൻ വേണ്ടി ഒരു ഫാർം ഉണ്ടാവും. നമ്മളതിൽ ഒട്ടും ഫുഡില്ല കേട്ടോ. ഇപ്പം ഇവനും കൂടി വന്നപ്പോൾ പിന്നെ ഒട്ടും ഫുഡില്ല. എന്നാ സ്റ്റെപ്പ് റെഡി. സ്റ്റെപ്പോ റെഡി? നമുക്ക് പൊട്ടറ്റോ ചെറുതായിട്ടുണ്ട്. ആ പൊട്ടറ്റോ കൂടി പൊട്ടിച്ച് കുക്ക് ചെയ്യാൻ പറ്റും. എത്ര തവണ സ്റ്റെപ്പാരുണ്ടായി തരുവാടാ? അല്ല ബ്രോ, അവിടെ ഇപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ വലിഞ്ഞു കയറാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാം. നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കി. അത് എനിക്ക് മാത്രമാണ് കേൾക്കുന്നത്, നിനക്ക് കേൾക്കുന്നുണ്ടോ? എന്റെ ഫോണിൽ കേൾക്കണേ. നിന്റെ ഫോണിന്നത്? അപ്പൊ എന്റെ ഫോണൊന്നും കേട്ടല്ലോ. എന്തോ ഹീറോ ബ്രെയിൻ്റെ കുറച്ച് കളികളെ നീ ഈ സ്റ്റീവിന്റെ സ്കിന്നിട്ട് വന്ന ഒരുമാതിരി ഹീറോ ബ്രെയിനെ പേടിപ്പിക്കില്ല. എന്തായാലും നമുക്ക് നേരെ പോയി കടന്നുറങ്ങാം. ഇവിടെ ബെഡില്ല. ഇവിടെ ബെഡില്ലടാ. ഇവിടെ ബെഡ് ഉണ്ടാക്കാൻ ഇതാടാ. അണ്ണാ ബെഡിന്റെ അടുത്ത് ഞാൻ പോയേ. ബെഡ് ഉണ്ടാക്കാൻ ഇതാടാ. അണ്ണാ ഞാൻ കിടന്നുറങ്ങി. അണ്ണാ ഞാൻ ആദ്യം ബെഡൊക്കെ എങ്ങനെയുണ്ട് അവിടെയൊക്കെ പോയി എണീറ്റോ എണീറ്റോ എണീക്കടായിരുന്നു. നമ്മളെ വുഡില്ല, നമുക്ക് വുഡ് ഒപ്പിച്ചിട്ട് വേണം. നമുക്ക് വായി കുരുവൊന്നും ഇല്ലായിരുന്നല്ലോ, വുഡൻ്റെ അടുത്തുണ്ടായിരുന്നല്ലോ. ഞാനത് പറയാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഇച്ചിരി വുഡ് കൂട്ടിയെടുക്കാം. വേഗം എടുത്തോ, അല്ലേ നിന്നെ സോംബി വുഡാ. പ്രൊഫഷണൽ യൂട്യൂബറിനെ സോംബി അടിക്കില്ല. പിന്നെ നക്കൂല്ല. സെക്യൂരിറ്റീസ് ഉണ്ടാവും. പിന്നെ ഉമ്മ വെക്കും. ഉമ്മയും വെക്കൂല. ആരും കിടന്നോളിക്കൊന്ന് കിടന്നാടാ. അതിന് വൂളുണ്ട് എന്തല്ലേ മൂന്നെണ്ണോ? ഇതൊക്കെ ഇപ്പൊ പറിച്ചോണ്ട് വന്നു. അയ്യോ, ഞാൻ ഇപ്പം എൻ്റെ വൂൾ ഫാർം ഒന്ന് ഒപ്പിച്ചേ. നിങ്ങൾക്ക് ആ 3 വൂളും കൊണ്ട് എങ്ങനെയാണ് ഞാൻ 20 ബെഡ് ഉണ്ടാക്കിയെന്ന്? എടുക്കുന്നത് ഞാൻ 3 വൂള് കുറച്ച് വെച്ചതല്ലോ, ബാക്കി ഞാൻ മുഴുവൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ പൊട്ടിച്ചോടിച്ചെടുത്തിട്ട് പോകുന്നതാണ്. തല്ലിക്കൊല്ലൂലേ? ഞാൻ ജീവൻ കളയുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ ബെഡ് എടുത്ത് കൈ പിടിച്ചു. നമുക്ക് അവിടെ പെട്ടെന്ന് കിടന്നുറങ്ങി നമുക്ക് അവിടെ കിടന്നുറങ്ങാലോ. അണ്ണാ ഇവിടെ എന്തോ ഉണ്ടെണ്ണ. ബെഡ് എപ്പോഴും നമ്മൾ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ചമ്മും. പിന്നെ ചാകാറായിന്ന് മനസ്സിലായ ബെഡ് എടുത്ത് വെച്ചോണം. അയ്യോ, ഇപ്പൊ ചത്തേനെ. നമുക്ക് കുക്ക് ചെയ്യാനൊന്നും ഇല്ലെന്ന് ഞാൻ കേട്ടു. സത്യമാണോ? അതെ. എന്തായാലും നമുക്ക് എന്തായാലും എവിടെയായിട്ട് വില്ലേജ് സെറ്റപ്പ് ഉണ്ടാക്കുമ്പോ ഞാനെന്നാ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നേ നമുക്കൊരു നല്ല സ്ഥലം കിട്ടണം. അതിപ്പോൾ എവിടെ സെറ്റ് ചെയ്യും? അണ്ടർഗ്രൗണ്ട് ആണ്. എന്നാ നീ ഇങ്ങോട്ട് വന്നാടാ. ഇങ്ങോട്ട് ഇല്ല, ഇങ്ങോട്ടാ, ഇങ്ങേ അറ്റത്ത്. ഗൈസ് നമ്മുടെ ഫോണിൽ ലാഗുണ്ട്, പക്ഷേ ചെങ്ങാരി ഫോണിൽ ലാഗില്ല. ചെങ്ങാരി ഫോണിൽ 50 FPS, എൻ്റെ ഫോണിൽ 24. സംബന്ധിച്ച് എൻ്റെ ഫോൺ ചൂടാവുന്നുണ്ട്, അതാണ് ലാഗ് അടിക്കുന്ന ഇടയ്ക്ക്. ഓ ഗൈസ്, ഇങ്ങോട്ട് മഞ്ഞാലേ, അങ്ങനെ ഒരു കാര്യം മറന്നു. എൻ്റെ അതിൽ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി അടിയിലോട്ട് കുടിച്ചു വേണം. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മളിതാ വില്ലേജ്. ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇതാ ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. താഴെ പോയാൽ നല്ല വൈബും ഉണ്ട്. നമ്മൾ ഇവിടെ ഉള്ള ബ്ലോക്ക് പൊട്ടിക്കാനുള്ള എടാ ഒരു പാണ്ടനെ കിട്ടാണ് ഉരുട്ടി ഇവിടെ. ഇത് സൈക്കോളാഞ്ഞേ. ഇതാ ഇവിടെ നിന്ന് നീ 4x4 ബ്ലോക്ക് എടുക്കും. ഞാൻ പോയി ഒരു ശകലം കൂടെ ഉണ്ടായിക്കൊണ്ടോ കേട്ടോ. 4 എടുക്കും. അങ്ങനെ 4x4 എടുക്കും. ഞാൻ പോയി ഒരു ശകലം കൂടെ ഉണ്ടായിക്കോട്ടെ. ഇവിടെ നിന്ന് ഞാൻ 4 ഇടണം. നീ 4x4 ബ്ലോക്ക് ഇങ്ങനെ എടുക്കുക. അതെന്തിനാ അങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഐഡിയയിലൊരു സംഭവം ഉദിച്ചു വരുന്നുണ്ട്. നമുക്കത് വർക്കാക്കാൻ നോക്കാം. നമ്മൾ സുധിയണ്ണൻ്റെ ഫാനായി. സുധിയണ്ണനെ കണ്ടുകൊണ്ടിപ്പോൾ ഇങ്ങനെ ബിൽഡിങ്ങിനൊക്കെ ഇച്ചിരി പ്രോ ആകാൻ തുടങ്ങി. ലാസ്റ്റ് നമ്മൾ വലിയൊരു വീടുണ്ടാക്കും. വലിയ വീട്, വലിയ കൊട്ടാരം പോലത്തെ വീട് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. അതിന് ഈ മൈൻക്രാഫ്റ്റ് 2ാമത് ജനിക്കണം. ഞാൻ പ്രോ അല്ലേടോ. അല്ല ബ്രോ, എൻ്റെ ഷവല് 2 ഉണ്ടാക്കട്ടെ. എടാ കഴിഞ്ഞ പരിപാടി എന്നിട്ടാണോ ബ്രോ? താഴോട്ട് കുഴിക്കണം ബ്രോ. താഴോട്ട് ഒഴിക്കാരെ ശവലും കൊണ്ട് ഒഴിക്കുക, പിന്നെ കൈ കൊണ്ടാണ് ഒഴിക്കുക. പിന്നെ പിക്കാസ് എന്താ കാണാനോ? അല്ല താഴോട്ട് അത് പറഞ്ഞ് ശരിയാണല്ലോ. എന്തായാലും നമുക്ക് ഷവല് വേണം. അല്ല ആദ്യം നീ ഇങ്ങോട്ട് കൊണച്ചോണ്ട് വാ. അല്ല എടുത്തോ, വാ വേമ്പ. ഇത്ര മതിയോ? ഇത് ആവശ്യത്തിൽ കൂടുതൽ ബ്രോ. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പോലെ താഴോട്ട് കുളിക്കാനാണ്. സോറി, ഇത് എങ്ങനെ ഇങ്ങനെ? എടാ നീ നേരത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കില്ല, അതേപോലെ 4x4 ബ്ലോക്ക് താഴോട്ട് സ്റ്റെപ്പ് പോലെ കുടിച്ചു. 30 FPS ആണോടാ നിന്റെ ലാഗ്?
അവനെ ഞാൻ 26 FPS ഒന്ന് കളിക്കുക. അങ്ങനെ ചെയ്ത് അങ്ങനെ പോവാൻ. എന്നിട്ട് അല്ല അതിനാണോ മോൻ പിക്കാസൊക്കെ എടുത്തോണ്ടോ? അല്ല പിക്കാസ് അല്ല, സോറി, എന്തായിരുന്നു? ഒരു ബ്ലോക്ക് കൂടെ ഇങ്ങോട്ട് താഴോട്ട് ആ ബ്ലോക്ക് ഓടിക്കുക, മേളൊരു ബ്ലോക്ക് ഓടിക്കട്ടെ. മാറി ഓടോ, നീ അണ്ണ നോക്കിക്കോളൂ. അത് നമ്മൾ ഇത്രയും ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ എന്താ ഇവിടുന്ന് എന്തുവാണ് ഇവിടെ കാണിക്കുന്നത്? എന്റെ നെഞ്ചത്താണോ താഴെ കുടിക്കുന്നത്? ഞാൻ അടിച്ചപ്പോ അല്ല കുത്തിയപ്പോ നക്കിയപ്പോ പോടാ. അല്ല ബ്രോ, നീ എന്തിനാ ഇത് പൊട്ടിച്ചേ? ഇതെന്തിനാ പൊട്ടിച്ചേ? ഇവിടെ ബ്ലോക്ക് വെക്കടാ പുറകില് മോയിന്റെ. ആരാ പൊട്ടിച്ചേ? ഫസ്റ്റ് നീയാ പൊട്ടിച്ചേ? ആ പൊട്ടീരി കാണാൻ നിൽക്കുവാണോ? അതല്ല, ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. നമുക്ക് ഈ ഡേറ്റൊക്കെ മാറിയിട്ട് ഫുൾ ലക്ഷറീസ് ഫുഡൊക്കെ വെക്കണം കേട്ടോ. ഇനി ഇത് മതി താഴോട്ട്. ഇനി നമുക്ക് ഈ ബ്ലോക്ക് കൂടെ കുറിച്ച് നേരെ സ്ട്രെയിറ്റ് വേണം. നമുക്ക് വേണ്ട 4 വില്ലേജസിന് വേണം. ഇപ്പം 4 എണ്ണം അത്യാവശ്യമായിട്ട്. എന്ത് ഇനി നേരെ ടൂൾസിന് വേണ്ടി അത്യാവശ്യം. ഇപ്പൊ ടൂൾസിന് വേണ്ടി അത്യാവശ്യം വില്ലേജസിന് വേണം. ഇവർക്ക് ഞാൻ പ്ലാൻ പറഞ്ഞു കൊടുക്കണം. നീ പണി ഇച്ചിരി ബ്ലോക്ക് കുടിച്ചത് നമ്മൾ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 4 വില്ലേജസ് ഓരോരുത്തർ 4 വീതം വേണം. ഒന്ന് എൻജാൻറ്റ് മാത്രം 5-10 വില്ലേജസിന് വെക്കാം. പിന്നെ ആർബറിന് 4, ടൂൾസിന് 4. അങ്ങനെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആക്കാം. ടൂൾസും ആർബറും പിന്നെ അവർ തന്നെ അയൺ കൊടുക്കുന്നത്. നമുക്ക് പിന്നെ സ്പെഷ്യലായിട്ട് അതിൻ്റെ ആൾക്കാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ കാര്യം പറഞ്ഞിരുന്നത്. അങ്ങനെ സെറ്റ് ചെയ്ത് ഈ ട്രേഡിംഗ് ഹാളിൽ ഇച്ചിരി സുഖമായിരിക്കും. ഈ 4 ബ്ലോക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ഇങ്ങനെ കുടിച്ചിട്ട് വേണം ഞാൻ വില്ലേജ് നോക്കുക. ഇവിടെ സംഭവം വെക്കുക. എന്നിട്ട് ഉള്ളിലോട്ട് കയറിയിട്ട് ഇവിടെയാണ് വില്ലേജിന് വെക്കുക. എന്നിട്ട് ഇവിടെ മറ്റേ ഈ ലൈറ്റിന് നിങ്ങൾ എനിക്ക് എന്തിനാണ് ഇത്രയും പേരുന്നുണ്ടാക്കുന്നത്? ഇച്ചിരി ലക്ഷറീസ് ഫീൽ കിട്ടിട്ട് ഇതേ കുഴിക്കേ പണിയെടുക്കട്ടെ, പൈസ തരണ്ടേ കേട്ടോ. ഇതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. എന്താണ് നമ്മളെ ടൂൾസിൻ്റെ ആൾക്കാരാണ് വെക്കുന്നത്. ആർമറിൻ്റെ ആൾക്കാരാണ് മറ്റേ അയൺ കൊടുത്ത അയമറാണ്ട് വരുന്നമാര്. ആർമറിൻ്റെയോ? അല്ല ആർബറും ടൂൾസും തരൂല അവന്മാര്. 2 ആൾക്കാരും ആയും തരൂലേ? എന്തായാലും നമ്മൾ ഇന്ന് വില്ലേജിന് പിടിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ പണി തീർക്കുന്നേ ഉള്ളൂ. പണിയും പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഒപ്പിക്കുള്ളൂ. ഇനി വേണ്ട, ഇത് മതി നമുക്ക്. ഇപ്പം ഇത് മതി, ബാക്കി നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. ഇവിടെ 4 വില്ലേജിന് വേണം വെക്കാം. ഇപ്പം നമ്മളൊന്നും ചെയ്യില്ല. ഇപ്പം നമ്മൾ സംഭവങ്ങൾ എടുത്തോണ്ട് വരും. എന്നിട്ട് നാളെ നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് മറ്റന്നാൾ വില്ലേജിന് പിടിച്ചത് സെറ്റല്ലേ? മേലെ നമുക്കിത് പൊട്ടിക്കണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡേറ്റ് അല്ലേ വെക്കാൻ പോകുന്നത്, ഇവിടെ വേറെ വെക്കാം. അതൊക്കെ നമുക്ക് അടുത്ത ചെയ്യാം. നമുക്കിപ്പോൾ ആവശ്യമുള്ള സാമഗ്രികളൊക്കെ എടുക്കാം. നീല്ലേ? ഞാനല്ല പണിക്കാരൻ, ഇഞ്ഞാണ് പണിക്കാരൻ. അല്ല ഇപ്പം ബ്ലോക്ക് പൊട്ടിക്കണം. നമുക്ക് ഇത് നാളത്തെ വീഡിയോയിലാണ് പൊട്ടിക്കേണ്ടത്. എന്നാലും നാളെ പണിയെടുക്കണം, ഇന്നും പണിയെടുക്കണ്ടേ? നമുക്ക് എന്തായാലും പോയിട്ട് വുഡ് വേണം. പിന്നെ കുറച്ച് വുഡ് അല്ലാണ്ട് എന്താ ഒരു ലക്ഷറീസ് ഫീൽ തോന്നിക്കുക. ലാൻഡേൺ അങ്ങനെ ഉണ്ടാക്കുന്നത്. അയൺ നെഗറ്റ് വേണ്ടേ ലാൻഡേൺ ഉണ്ടാക്കണമെങ്കിൽ? അയൺ നെഗറ്റും വേറെന്തോ ഒരു സംഭവം കൂടിയും വേണം കേട്ടോ. അയൺ നെഗറ്റും ടോർച്ചും പോരെ? മറ്റേ ഇതുണ്ടാക്കുക, മറ്റേ അതിൻ്റെ പേരെന്താ? ലാൻഡേൺ. നിങ്ങൾക്കറിയാം എൻ്റെ ഫോൺ വെച്ചാൽ നന്നായിട്ട് ലാഗ് അടിക്കുന്നുണ്ടോ? ഹീറ്റ് അതിൻ്റെയാണ്. ഞാൻ കുറച്ചേരൊക്കെ അതിൻ്റെ വീടൊന്ന് ഉണക്കാം കേട്ടോ. സംഭവങ്ങളൊക്കെ സെറ്റാക്കട്ടെ. ഹലോ നമ്മളിതാ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരിക്കലും ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നെടുക്കുന്ന വീഡിയോ. സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ നിർത്തിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ അവനെ ആ സമയം കൊണ്ട് ബേക്കറി ചെയ്യുന്നു. അതുകൊണ്ട് ഞാനിതാ ഫുള്ള് ഇവനെ മാക്സിമം ലെവലിലേക്ക് ഇവനെ ഒരു ലെവലും കൂടെ ആക്കിയപ്പോൾ മാക്സിമം ഇതാ. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇതാണോ കുറേ ഫുഡൊക്കെ ഉണ്ട്. പിന്നെ കുറേ മരങ്ങൾ ഞാൻ പൊട്ടിച്ചെടുത്തു. അവൻ്റെ കയ്യിലുണ്ട്. എത്ര ചാക്കട? 4 അല്ലേ? അവൻ്റെ കയ്യിൽ 4. പിന്നെ ഞങ്ങൾ വേൾഡിന് എന്തോ പറ്റി അല്ലേ? എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നു. പിന്നെ ഇതാ ഈ സൂര്യൻ എന്തോ പറ്റിയതാണോ ഞാൻ ഇതേപോലെ തന്നെ സുധിയണ്ണൻ്റെ വേൾഡിൽ ഒരു സംഭവം കണ്ടായിരുന്നു. ഇങ്ങനെ എന്ത് എനിക്കൊരു ഫുൾ ബ്ലാക്ക് അല്ല, അവന് ഫുൾ ബ്ലാക്ക്, എനിക്കൊരു നോർമൽ ബ്ലാക്കും. ഞാൻ അവൻ്റെ സ്ക്രീനിൽ ഫോട്ടോ വേണം കാണിച്ചായിരുന്നു. നീ ഒന്ന് ഫോട്ടോ എടുക്കും. അവൻ്റെ സ്ക്രീനിലെ ഫോട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. എൻ്റെ അവൻ്റെയും കണ്ടോ വ്യത്യാസം കണ്ടോ? പക്ഷേ ഏറെ വ്യത്യാസമുണ്ട്.
വ്യത്യാസം ഉണ്ടോന്ന് അറിയത്തില്ല, ഞങ്ങൾ അങ്ങനെ വ്യത്യാസം തോന്നുന്നില്ല. എന്തായാലും അതിനൊരാട്ടെ ഹീറോബേൻ്റെ കൊച്ചുകളികളാണ് ഈ പണ്ട് സ്റ്റീവിൽ ഒരുമാതിരി സ്കിൻ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കാണ് പേടിയാണ് ഹീറോബേൻ്റെ സർവറെ ഫോൺ വരെ അടിച്ചോ സാധ്യത ഉണ്ടെന്നോ അല്ലേ. പിന്നെ നിന്നെ ചന്ദ്രു അങ്ങോട്ട് വാ, സോറി പേര് പറയാൻ പറഞ്ഞ്. ചന്ദ്രു നല്ലോട്ടോ, പച്ചത്തുള്ളൻ അങ്ങോട്ട് വാ. ചന്ദ്രു ആരാ? ആ ഏതോ ഒരു മൊയന്ത് എടാ പച്ചത്തുള്ള, ഇങ്ങോട്ട് വാ. എനിക്ക് ഫുഡ് ഫുഡല്ല, ഫുഡ് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ് അവിടെ ഞാനാരും സംസാരിക്കുന്നല്ല കേട്ട്. നിർത്ത്. സംഭവം വെച്ചാ വീഡിയോന്റെ അകത്ത് ആ ഒരു സൗണ്ട് ഏത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ സർവർ കയറുമ്പോൾ നമ്മളിങ്ങനെ മൈക്ക് ഉണങ്ങുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, കൃത്യം അതേപോലെ സൗണ്ട് കൃത്യം ഞാൻ ക്ലിയർ ആയിട്ട്. ഞാൻ കള്ളത്തരം പറയാൻ നല്ല ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ വേൾഡ് ഇപ്പൊ കയറിയപ്പോ എന്താ ഒരു വലിയൊരു സൗണ്ട്. നല്ല അടിപൊളി മഴ ഇട്ടത്ത് കേട്ടോ. എനിക്ക് കുളിരൊക്കെ പൊന്തി വന്നു കേട്ടോ. ഈ വീടിന് എന്തോ പറഞ്ഞിട്ട് ഇതിപ്പോ 28-ാം ദിവസമാണ്, 2 ദിവസം കഴിഞ്ഞ് 30-ാമത്തെ ദിവസം എത്തും. നമ്മളെ വേൾഡിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ബെഡ് റോക്ക് എഡീഷന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. നീ ഫുഡ് എടുത്താ പോയിട്ട് ഇതാ അവിടെതാ. നിങ്ങൾക്കറിയാം ഹീറോബേന്റെ സൗണ്ട് അല്ലെങ്കിൽ പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല. ഒന്ന് ചന്തു കേട്ടു, അത് ഇവിടെ ഒന്നുകൂടി കേട്ടില്ല, അത് കഴിഞ്ഞ് ഒന്ന് ഞാൻ കേട്ടു, അത് ചന്ദ്രു കേട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഇവിടെ ഒന്നുകൂടി വീഡിയോ മുറിച്ചു അങ്ങനെ പിന്നെയും കേട്ടു. ഇതിപ്പോൾ അടുപ്പിച്ച് കുറേ പറഞ്ഞു. അതും പോലായിട്ട് ഹീറോബേന്റെ മെയിൻ സ്ഥലമാണ് ഏത്, ഈ കാണുന്ന സ്ഥലം, മറ്റേ മഞ്ഞുവയമ്മിലെ മരത്തെ സ്ഥലമില്ലേ, അവിടെയല്ലേ ഹീറോബേന്റെ സ്ഥലം. അങ്ങനത്തെ ഏതോ മരത്തുള്ള സ്ഥലമല്ലേ ഹീറോബേന്റെ സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളങ്ങനെ ആ സ്ഥലത്ത് അടുത്ത് സ്പോണായിട്ടാണോ ബ്രെഡ് എടുത്തോ, ബ്രെഡ് ആയിട്ടാണുള്ളത്. ഇതിങ്ങനെ നിലത്ത് വെച്ചിട്ട് കേക്ക് ബ്രെഡ് അല്ല, ഇതാ വെള്ള കളർ. ഇതോ അത് കുക്കി വായിച്ചു പോണ നാളെ. ഇവരുടെ ലെങ്ത് ഇച്ചിരി അധികമാണ് വെച്ചാൽ നേരത്തെ തന്നെ ഞാൻ കുറെ വീഡിയോ എടുത്തായിരുന്നു. ഞാൻ ഇതിലേക്ക് ആ സാധനം കാണിച്ചു. നീ ആൻഫോമിന് അങ്ങോട്ട് വരൂലേ? ഞാൻ ഇവർക്ക് ആ സംഭവം കാണിച്ചു തരും. ഞങ്ങളെന്തായാലും ഈ വേൾഡ് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നിർത്തും. ഞാൻ ആൻഫോമിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഞാനിതാ ഇവിടുന്ന് ഇറങ്ങി അവിടെ ഫുഡ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോഴത്തേനും ഒരു സൗണ്ട് അങ്ങോട്ട് വീണ്ടും കേട്ടു, ഒരു മനുഷ്യന്റെ സൗണ്ട്, കൃത്യൊരു മനുഷ്യന്റെ സൗണ്ട്. ഞാൻ സത്യം പറയാം, ഞാൻ നിങ്ങളോട് കള്ളത്തരം പറയുന്നില്ല, നിങ്ങൾക്ക് വിശ്വസിക്കണം കഴിയും. അത് പറഞ്ഞ ആ സൗണ്ട് എടുത്ത് തിരിയുമ്പോഴത്തേനാണ് മഴ. ഈ കാലാവസ്ഥയിൽ വ്യത്യസ്തമാണ്. മഞ്ഞ് മഞ്ഞ് അല്ല, ഇവിടെ മഞ്ഞ് പെയ്യില്ല, കുറച്ച് മഞ്ഞുള്ളൂ. പിന്നെ മഞ്ഞ് പിന്നെ പെയ്യുന്നെന്ന് ചോദിച്ചാൽ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സൗണ്ടിന്റെ ഇത്. എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ റെഡിക്കർ ഞാൻ പിടിച്ചു. ഞാൻ പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കത്തിപ്പോട്ടോ സൗണ്ട് കേട്ടപ്പോൾ. പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ അധികം സംഭവം ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒത്തിരിയോട് ഉറക്കം പറ. അത് പറ്റില്ല, മനുഷ്യനാണ്, പച്ചത്തുള്ളനാണ്. ആ സൗണ്ട് റെഡിക്കിന് ഞാൻ ചത്തു കേട്ടോ. റെഡിക്ക് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. നല്ല ലാഗ് ഉണ്ട് കേട്ടോ. മഴ പെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ലാഗ് ഉള്ളത്. ഞാൻ പിന്നെ 2 മണിക്കൂർ ഇന്നലെ രാത്രി ഞാൻ 2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ കഷ്ടപ്പാടിന് ഇതാ ലാസ്റ്റ് ഇതാ എത്ര 4 സ്റ്റാക്ക് 36 എല്ലാം ട്രേഡ് ചെയ്ത് വില്ലേജിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. നമ്മുടെ ബ്രീഡറൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ബ്രീഡറിനാണ് ഞാൻ 2 വില്ലേജിന് എടുത്തു കേട്ടോ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളവരും നല്ലൊരു ഇഷ്ടപ്പെടുന്നു. ലൈക്ക് ചെയ്ത് ശരി സബ് ചെയ്ത് പോറാക്കാട്ടെ. ഇങ്ങോട്ട് വീടൊക്കെ എന്നെ നോക്കണല്ല, ഗെയിമിനകത്ത് നോക്കണം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര നല്ല ഇഷ്ടപ്പെടുന്നു. ലൈക്ക് ചെയ്ത് ശരി സബ് ചെയ്ത് പോറാക്കാം. നമ്മളെ സ്കിന്ന് നമുക്ക് സ്കിന്നെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ സ്കിന്ന് പറ്റുന്നില്ല. നമ്മൾ സ്കിന്നാണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നമ്മളിത് ചന്ദ്രൻ്റെ സ്കിന്നൊക്കെ ഊരി മാറ്റുന്നില്ല. കണ്ട ആള് ഹാർട്ട് അറ്റാക്ക് വരും. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ലൈക്ക് ചെയ്ത് ശരി സബ് ചെയ്ത് പോറാക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചിരിക്കും. ഓക്കെ ഗൈസ്, ഒരുമിച്ചാണ്. ബൈ ബൈ. ഞാൻ പോവാ. എടാ സൗണ്ട് കേട്ടോ എല്ലോടീന്ന് ചെയ്യാൻ പറ്റത്തില്ല.
എല്ലാം ഞാൻ ഇത് മൊത്തം പോക്കിയതാ.